മുലപ്പാൽ വേണമെന്ന് പറഞ്ഞ ചേട്ടന്മാർക്ക് വീട്ടിൽ കയറി കൊടുക്കുന്നുണ്ട്. ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിട്ടുണ്ട്. അത് പോരായിരുന്നു. വേറെ ഒന്ന് രണ്ട് പേർ കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് മലയാളികൾ. കയ്യെ കിട്ടിയാ അവൻ കുടിച്ച അമ്മയുടെ മുലപ്പാൽ ആദ്യത്തെ ഇടിക്കാൻ ഞാൻ പുറത്തോണ്ട് വരും. നാട്ടിലെ ക്യാമ്പിൽ പാല് കുടിക്കുന്ന ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ പറയണേ. ആ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ എന്റെ ഭാര്യ തയ്യാറാണെന്ന് ഒരു മനുഷ്യൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അതിന് താഴെ ചെന്ന് നാറിയ കമന്റ് ഇട്ടവൻ ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. മാരെ നാട്ടുകാരായ ചുണക്കുട്ടികൾ എല്ലാം കൂടി കേറി അങ്ങ് മേഞ്ഞു. അതിൽ തല്ല് കിട്ടിയ ഒരുത്തനാണ് ദേ പിങ്ക് ഷർട്ട് ഇട്ട് നിൽക്കുന്ന ജോർജ് സേട്ടൻ. നെഞ്ചിൽ ചവിട്ട് കിട്ടിയ പാടൊക്കെ ഉണ്ടല്ലോ. പാല് കുടിച്ച് സന്തോഷായില്ലേ? കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. നീ ചോദിച്ച ഓരോരുത്തർക്ക് കൊടുക്കാനായിട്ട് പോയിട്ടുണ്ട് ഈ ചുണക്കുട്ടികൾ. നിങ്ങൾ അയാളെ എവിടെ കണ്ടാലും ഒന്ന് ഫോൺ ചെയ്താൽ മതി. അവൻ ഇനി എണീറ്റ് നടക്കാനാകാത്ത നിലയിലാക്കിയിട്ട് ഞങ്ങൾ വിടും. ഹോപ്പ്ലെസ് ഡ്രീമർ എന്ന പേജിൽ നിന്ന് ഒരുത്തനിട്ട കമന്റ് വലിയ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുമോ എന്നാണ്. സുകേഷ് പി മോഹൻ എന്നൊരു മാന്യനിട്ട കമന്റ് നല്ല കറവയുണ്ടെന്ന് തോന്നുന്നു. അവന്റെ പ്രൊഫൈലിൽ അയ്യപ്പന്റെ ചിത്രം അടിപൊളി. ഒടുവിൽ ഇടി കിട്ടുമെന്നായപ്പോഴത്തേക്ക് മൂപ്പര് പരസ്യമായി മാപ്പ് പറഞ്ഞു. പിന്നെ ഒരുത്തൻ, അതും തെക്കോട്ടെടുക്കാൻ പരുവത്തിലായ ഒരമ്മാവൻ. ഒരു വകതിരിവില്ലാത്ത മലയാളി. മോഹനൻ പിള്ള ഭാസ്കര കുറിപ്പ് എന്ന മഹാൻ ഇട്ടത് പറയാൻ തന്നെ നമുക്ക് കഴിയില്ല. അത്രയ്ക്ക് മോശമാണ്. പക്ഷേ ഞാൻ പറയും. കാരണം ഇയാളുടെയൊക്കെ മനസ്സിലെ വിഷം എത്രത്തോളം ഉണ്ടെന്ന് ഇയാളെ അറിയുന്ന നാട്ടുകാർക്കും വീട്ടുകാർക്കും ബോധ്യപ്പെടണം. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. എനിക്ക് കുറച്ച് വേണം, അത് കുപ്പിയിൽ തന്നാൽ പോരാ, നേരിട്ട് വലിച്ചു കുടിക്കണം, പറ്റുമോ എന്നാണ്. ഇവൻ നമ്മൾ നാളെടുത്തോണ കേട്ടാ. ഇവനെ കൊന്നാല. ഈ അമ്മാവൻ ഭാര്യയോടൊപ്പം അമ്പലനടയിൽ നിൽക്കുന്ന ചിത്രം ഉൾപ്പെടെ മലയാളി കുത്തിപ്പൊക്കിയിട്ടുണ്ട്. അമ്മാവന്റെ വീട്ടിലേക്ക് പാല് തരാൻ വരുന്നുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഈ കമന്റ് ഇട്ടവരെ ഒക്കെ അടപടലം എടുത്തിട്ട് തേച്ചൊട്ടിക്കുന്നുണ്ട് മലയാളികൾ. നമ്പീശമാമൻ മോനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാമൻ അങ്ങോട്ട് വന്ന് തരണോ അതോ മോൻ ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കുന്നോ? ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്. മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കരുത്.